ഹായ്, ഇന്നൊരു പപ്പടം കൊണ്ടുള്ള റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. 2-3 മിനിറ്റ് മതിയേ. സുഖമല്ലേ എല്ലാവർക്കും? ഇനി ഇതിനായി എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ. കുറച്ചധികം ഉള്ളിയും വേപ്പിലയും പപ്പടവുമാണ് ഇതിന് വേണ്ടത്. ഉള്ളിയെല്ലാം തൊലി കളഞ്ഞ് നമുക്ക് നന്നായി ചതച്ചെടുക്കാം. അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല കേട്ടോ, ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾ ഈ രീതിയിൽ പപ്പടം ഫ്രൈ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഉള്ളിയെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പപ്പടമെല്ലാം ചെറിയ കഷ്ണമായി കീറിയെടുക്കാം. ഇങ്ങനെ ചെറിയ കഷ്ണമാക്കി വേണേ പപ്പടം കീറിയെടുക്കാൻ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ പപ്പടവും നമ്മളിവിടെ കീറിയെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കുറച്ചധികം എണ്ണ ആവശ്യമുണ്ട്. പപ്പടവും വറുത്തെടുക്കേണ്ടത് കൊണ്ടാണ്. എണ്ണ ചൂടാകുമ്പോൾ പപ്പടം കുറച്ചേശയായി ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വറുത്തെടുക്കുന്നത്. വറുത്തെടുത്ത പപ്പടം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി എല്ലാ പപ്പടവും ഓരോ ബാച്ചുകളായി നമുക്ക് വറുത്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണേ. ഇവിടെ എല്ലാ പപ്പടവും ഇപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് സോട്ട് ചെയ്യാം. ഇത് ചോറിനും കഞ്ഞിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയൊരു റെസിപ്പിയാണ്. ഇതൊന്നും മാത്രം മതി ഒരു പ്ലേറ്റ് നിറയെ ചോറുണ്ണാൻ. വേറെ കറികളൊന്നും വേണ്ട. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില നല്ലവണ്ണം ചേർക്കണമേ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേപ്പില ക്രിസ്പിയായി വരുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. പപ്പടം ഇട്ടതിന് ശേഷം പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാൻ മറന്നതല്ല കേട്ടോ, പപ്പടത്തിൻ്റെ ഉപ്പ് മാത്രം ഇതിന് മതി. മുളകും വേപ്പിലയും ഉള്ളിയും എല്ലാം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പപ്പടമെല്ലാം പൊടിഞ്ഞു പോകുമേ. മൊരിഞ്ഞ പപ്പടവും ഉള്ളിയും വേപ്പിലയും മുളകും കൂട്ടി ഊണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റിൽ പറയണേ. ഇനി നമുക്ക് ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഊണിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചോറ്, കോവയ്ക്ക മീൻ കറി, മീൻ വറുത്തത്, നേന്ത്രക്കായ ഉപ്പേരി, പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ പപ്പടവും. കോവയ്ക്ക മീൻ കറിയുടെയും നേന്ത്രക്കായ ഉപ്പേരിയുടെയും വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട്. വേണമെങ്കിൽ കയറി കാണണേ. അപ്പോൾ ബായ്.